وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله صلى الله عليه وسلم وآل كل وصحابته أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقل تعالوا ندعو أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم. صدق الله العلي العظيم. دعا رسول الله صلى الله عليه وسلم علي وفاطمة وحسن وحسين عليهم السلام وقال اللهم هؤلاء أهلي. صدق رسول الله. يا آل بيت رسول الله حبكم فرض من الله في القرآن أنزله يكفيكم من عظيم الفخر أنكم من لم يصل عليكم لا صلاة له. വേദിക്കയിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, ഈ ജമാഅത്തിന്റെ അധ്യക്ഷരും ജാഫറാക്ക, കാര്യദർശി മുസ്തഫാക്ക, ജമാഅത്തിന്റെ എല്ലാ പ്രതിനിധികൾ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, റഹ്മാനിയ മദ്രസയുടെ സൗർ ഉസ്താദ് അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹ അധ്യാപകർ, മുത്തലിബ് സഖാഫി അടക്കമുള്ള പണ്ഡിതന്മാരെ, ഫൈദൽ സൈദി ഉസ്താദ്, അങ്ങനെ ഇവിടെ കൂടിയ എല്ലാ പണ്ഡിതരെ, ഉലമാക്കളെ, വേദിയുടെ മുൻവശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട പിഞ്ചോമണ മക്കളെ, ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തനബി തങ്ങളെ ജിവാലിലായി ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, 12 മണിക്ക് ഞങ്ങൾ പരിശുദ്ധമായ ഖത്മുൽ ഖുർആൻ തുടങ്ങി. അതിന്റെ ശേഷം നിസ്കാരത്തിന്റെ ശേഷം മൗലിദ് പാരായണം കഴിഞ്ഞതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് ഈ യോഗത്തെ, ഈ സമ്മേളനം, ഈ ദുആ മജ്ലിസിനെ ഉദ്ഘാടനം ചെയ്തു. നാം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നേരത്തെ തന്നെ നമ്മുടെ മജ്ലിസിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സയ്യിദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമുക്കറിയാം ആരാണ് ഖുറത്തു സാദാത്ത് ഖുറാത്തങ്ങൾ. നമ്മുടെ ജമാഅത്തിന്റെ ഖാദിയായി ഖാദിസ്ഥാനിൽ ഏറ്റെടുത്തത് 2014 ജൂൺ 9-ാം താരീഖിനാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വഫാത്താകുന്നത് 2024 ജൂൺ 8-ാം തീയതിയാണ്. കൃത്യം 10 വർഷം പൂർത്തിയായി. ബഹുമാനപ്പെട്ടവർ നമ്മുടെ മഹലിന്റെ ഖാദി മാത്രമല്ല, ഈ പള്ളി മഹലിന്റെ ഗൗരവ അധ്യക്ഷർ കൂടിയായിരുന്നു. ഈ നാട്ടിൽ ഏത് കാര്യക്രമത്തിനും ജനറൽ ബോഡി അടക്കമുള്ള എല്ലാ കാര്യക്രമത്തിനും മഹാനവറുകൾ എത്താറുണ്ടായിരുന്നു. അള്ളാഹു ഇവിടുത്തെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. നാം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത്, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഭാര്യമാർ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ രോഗമോ ശരീരത്തിന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായാൽ നമ്മുടെ മനസ്സ് പോകുന്നതൊന്ന് കൂറത്തങ്ങളൊന്ന് കാണാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് പോയാൽ നമുക്കറിയാം, നമ്മുടെ കിതാബുകളിൽ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളെ നമുക്ക് കാണാം. ഒരു ഖതീബായി സേവനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഖതീബ് ജുമുഅ ദിവസത്തിൽ അയാൾ വക്കാറിന് വേണ്ടി അയാൾ എന്താക്കണം, നീലക്ക് കമീസ് ധരിക്കണം, അതേപോലെ ഒരു തട്ട അയാളെ കഴുത്തിലിടണം, തലകെട്ട് കെട്ടണം, ഒക്കെ സുന്നത്തായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ പലപ്പോഴും ഇതിന്റെ കാരണം എന്താണ്? ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ ഖതീബിനെ വഖാറ് കാണാൻ വേണ്ടി, ഗാംഭീര്യ കാണാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് കൂറത്തങ്ങളെ ആ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ആ ശൈലിയിലോ യാതൊരു മാറ്റങ്ങളില്ല. സാധാരണ നിലക്കുള്ള ഒരു വസ്ത്രം, സാധാരണ നിലക്കുള്ള ഒരു തുണി, സാധാരണ ഒരു ചെറിയൊരു തലക്കെട്ട് മാത്രം. പക്ഷേ തങ്ങളെ കാണുമ്പോൾ നമ്മുടെ കൽബിൽ പേടി വരുന്നു, നമ്മുടെ കൽബിൽ ഒരു ഭയം തോന്നുന്നു. കാരണം ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. പരിശുദ്ധമായ ഖുർആൻ, അതേപോലെ അല്ലാഹുവിനെ പേടിച്ച മഹാന്മാർ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും ഭയപ്പെടാൻ നമുക്ക് സാധിക്കും. അതാണ് മഹാന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അല്ലാഹു അവിടുത്തെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. മഹാൻ നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയാണ്. ആരോടും ചൂടായി സംസാരിക്കലില്ല, ആരോടും വെറുത്ത് സംസാരിക്കലില്ല. നല്ല ഗുണം വിളിച്ചുകൊണ്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സംസാരത്തിന്റെ ശൈലി ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നമ്മെ അഭിസംബോധന നടത്താറുണ്ടായിരുന്നു. എത്ര വലിയ പ്രശ്നക്കാർ എവിടെ പോയാലും മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ഞങ്ങളോട് എല്ലാ ദിവസവും എല്ലാ സ്റ്റേജുകളിലും എല്ലാ സന്ദർഭം നമ്മെ ഉപദേശിക്കുമായിരുന്നു. അള്ളാഹു ആ പ്രകാശം ഞങ്ങളിൽ നിന്ന് ഊരിക്കളഞ്ഞു. അള്ളാഹുവിടെ ദർജ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിന്നൊരു കാര്യം ഞങ്ങൾ ഈ കാര്യത്തോടു കൂടി ഓർക്കേണ്ടത്, വഫാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വഫാ എന്ന് പറഞ്ഞാൽ പൂർത്തീകരണം എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മഹാന്മാരെ കൊണ്ട് എന്താണ് പൂർത്തീകരണം ഉദ്ദേശിച്ചത്? ആ കാര്യം പൂർത്തിയാക്കിയതിന്റെ ശേഷമേ അല്ലാഹു അവരെ ഈ ലോകത്തിൽ നിന്ന് റൂഹ് പിടിക്കുകയുള്ളൂ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്കറിയാം സയ്യിദന്മാർ എന്നാൽ ആരാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് വ്യക്തമായി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അഹ്ലുൽ ബൈത്ത്, ആലുൻ നബി, ദുർരിയത്തുൻ നബി, ഇങ്ങനെ പല ഭാഷകളായി പല നിലയ്ക്ക് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആലുൻ നബി എന്ന് പറഞ്ഞാൽ ആരാണ്? അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ദുർരിയത്തുൻ നബി എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് അതിനെ കുറിച്ച് സവിസ്താരമായി ധാരാളം പഠിക്കാനുണ്ട്. പക്ഷേ സമയത്തിന്റെ അഭാവമുള്ളത് കൊണ്ട് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുസ്ലിമായി ജീവിച്ചവരാണ്, ജീവിച്ച ആണും പെണ്ണാണ് മഹാന്മാരായ സയ്യിദന്മാർ. അതാണ് തങ്ങന്മാർ. അതാണ് അവിടെ തുടക്കം കുറിക്കുന്നത്. ബനു ഹാഷിം, ബനു മുത്തലിബിന്റെ മക്കളാണ്. മഹാനായ ബനു മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ 18 മക്കൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം 18 മക്കൾ അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നു. ഒന്ന് ഹാരിഫ്, അതേപോലെ അബൂ ലഹബ്, സമീർ, അബ്ദുള്ള, അബ്ബാസ്, അബൂ ത്വാലിബ്, ഹംസ, അങ്ങനെ അടങ്ങുന്ന 18ഓളം മക്കൾ മഹാനായ അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു. അതിൽ ഈ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഈ പരമ്പര നിലനിൽക്കുന്നുണ്ട്. ഹാരിസ് എന്നയാളുടെ മക്കൾ സ്വഹാബികളാണെന്ന് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഹാരിസ് എന്നയാളുടെ എല്ലാ മക്കളും സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, അതായത് അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ശേഷം, ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ ശേഷം മഹാനായ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത് മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ, അതല്ലെങ്കിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഏട്ടത്തിയായ സൈനബ റളിയല്ലാഹു അൻഹ. ആ സൈനബ റളിയല്ലാഹു അൻഹയുടെ മകളായ ഉമാമത്ത് റളിയല്ലാഹു അൻഹയാണ് അലി റളിയല്ലാഹു അൻഹു ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ ശേഷം വിവാഹം കഴിച്ചത്. കാരണം അലി റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്തിൽ തന്റെ സഹോദരനായ ഹാരിസിന്റെ മകനായ നൗഫലിനോട് പറഞ്ഞു, ഓ നൗഫലെ, ഞാൻ വഫാത്തിന്റെ ശേഷം, എന്റെ വഫാത്തിന്റെ ശേഷം ഉമാമയെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ എന്റെ വഫാത്തിന്റെ ശേഷം മഹദിയായ സൈനബ റളിയല്ലാഹു അൻഹയുടെ മകനായ സൈനബ റളിയല്ലാഹു അൻഹയുടെ മകളായ ഉമാമ റളിയല്ലാഹു അൻഹയെ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. അതേപോലെ അബൂ ലഹബ് നബി ഏറ്റവും ശത്രുവായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തബ്ബത് യദാ അബീ ലഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനാണ്. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പിതൃ സഹോദരനായ അബൂ ലഹബ്
ലഹബിന്റെ 2 മക്കളും സഹാബികളായിരുന്നു. ദുർറത്ത് എന്ന പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മദീനക്കാരിൽ പലരും ആ ദുർറത്ത് റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് ഈ ഹിജ്റ വന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല, കാരണം നിങ്ങളുടെ ബാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുവാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമായി. ദുർറത്ത് റളിയല്ലാഹു അൻഹ മഹദാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് പോയി പറഞ്ഞു. ില്ലെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ദിവസം മിമ്പറിലേക്ക് കയറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബാലു അഖ്വാമി യുഊദൂനി ഫീ അഹ്ലി ബൈതി, എന്റെ അഹ്ലി ബൈതിനെ ആരാണോ ആക്രമിക്കുന്നത് അവരുടെ അവസ്ഥ എന്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാൻ കൂടുതലായി പറയുന്നില്ല. അങ്ങനെ മഹാനായ അബൂ ത്വാലിബ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു സഹോദരനാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന് 4 ആൺമക്കൾ ഉണ്ടായിരുന്നു. 4 ആൺമക്കൾ വന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു, പിന്നൊന്നു മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, അഖീൽ റളിയല്ലാഹു അൻഹു, ഗാലിബ് ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 4 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഗാലിബ് എന്ന ആൾ ചെറുപ്രായത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ട്. അങ്ങനെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, 8 ആൺമക്കൾ ഉണ്ടായിരുന്നു. 8 ആൺമക്കളും 8 പെൺമക്കളും ഉണ്ടായിരുന്നു. ആ 8 ആൺമക്കളിലും 8 ആളുകളും സ്വഹാബിയാണ്. മാത്രമല്ല ഖുസബി എന്നുള്ള മോന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ ജനിച്ച മകനായിരുന്നു. ആ മകനും സ്വഹാബിയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചവരായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 8 ആൺമക്കളും. ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണെങ്കിലും ഇവർ ദുർരിയത്ത് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബമാണെങ്കിലും മക്കളല്ല. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹുവിന്റെ മക്കളുടെ മക്കളാണ് മഹാന്മാരായ സയ്യിദന്മാർ, സാദാത്യങ്ങൾ. ഇന്നും നമ്മുടെ നാടുകളിൽ സയ്യിദന്മാർ നിലനിൽക്കുന്നുണ്ട്. ഇന്നും ഖിയാമത്ത് നാൾ വരെ സയ്യിദന്മാർ ഉണ്ട്. നമുക്കറിയാം ഈ സയ്യിദന്മാർ അവസാനിക്കുന്നത് മഹാനായ മഹദി ഇമാം റളിയല്ലാഹു അൻഹുവോട് കൂടി ഇവിടെ അവസാനിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹുവോട് കൂടി ഇവിടെ സയ്യിദന്മാർ അവസാനിക്കുന്നുണ്ട് എന്ന് ചില കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ സയ്യിദന ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവരുടെ സന്താന പരമ്പരയാണ് ഇന്നും നിലനിൽക്കുന്നത്. നമുക്കറിയാം മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, അതേപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ദീർഘമായി നമുക്ക് പറയേണ്ടതുണ്ട്. സമയത്തിന്റെ അഭാവമുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് 9 ഭാര്യമാരെ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ 18 ആൺമക്കളും 9 ആൺമക്കളും 9 പെൺമക്കളും ഉണ്ടായിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെ 18 മക്കൾ മഹാനായ സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് 5 മക്കൾ മഹാനായ സയ്യിദന അലി, 6 മക്കൾ മഹാനായ സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതിൽ ഒന്ന് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, മുഹ്സിൻ റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹ, റുഖിയ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 6 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ സൈനബ എന്ന കുട്ടിയും അതേപോലെ മുഹ്സിൻ എന്ന ചെറിയ മകനും മഹാനവറുകൾ 2 ചെറുപ്രായത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ട്. പിന്നെ ശേഷം ബാക്കിയുള്ളത് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൈനബ റളിയല്ലാഹു അൻഹ, ആ സൈനബ റളിയല്ലാഹു അൻഹയുടെ വേറെ ഒരു മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിരുന്നു. ആ സൈനബ റളിയല്ലാഹു അൻഹ ഹിജ്റ 3-ാം വർഷം മഹദിയായ സൈനബ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചെങ്കിലും മഹദിയവറുകൾ 9-ാം വർഷത്തിൽ ഹിജ്റ 9-ൽ മഹാനവറുകൾ മഹദിയവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതിൽ മക്കൾ ഉണ്ടായിട്ടില്ല. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കൾ ഉണ്ടായത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുമാണ്. മഹാനായ സയ്യിദന ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ സന്താന പരമ്പരയാണ് ഇന്നും നിലനിൽക്കുന്നത്. മഹാനായ സയ്യിദന ഹസൻ റളിയല്ലാഹു അൻഹു 11 ആൺമക്കളും 4 പെൺമക്കളും
ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മൂന്ന് മക്കളും കർബലയിൽ ഷഹീദായിട്ടുണ്ട്. ബാക്കി 3 മക്കൾ മഹാനായ ഹസൻ റളിയല്ലാഹുവിന്റെ കാലത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള 5 മക്കളായിരുന്നു ആ പിൽക്കാലത്തിൽ ഉണ്ടായത്. ആ പിൽക്കാലത്തിൽ ഉണ്ടായ ബാക്കിയുള്ള 5 മക്കൾ പിന്നെ ഉണ്ടായിരുന്നു. അതിൽ സെയ്ദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ഒന്നാമതാല് സെയ്ദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ പരമ്പര പറയുമ്പോൾ സെയ്ദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു നാദർ സെയ്ദ് ഇബ്നുൽ ജനീദ് എന്ന് ബഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ ആ പരമ്പര നമുക്കറിയാം. മഹാനായ ഹസൻ റളിയല്ലാഹുവിന്റെ മകനാണ് സെയ്ദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു. മഹാനായ ഹസൻ റളിയല്ലാഹുവിന്റെ മകൻ സെയ്ദ്. മറ്റൊരു മകനാണ് ഹസൻ ഇബ്നു അലി എന്ന് പറയുന്ന മകനും, പിന്നെ ഹസൻ ഇബ്നു ഹസൻ എന്ന് പറയുന്ന മകനും. അങ്ങനെ 2 മക്കളും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായത് മഹാനായ ജീലാനി തങ്ങളുടെ സനദ് നമുക്കറിയാം. ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയും ബാപ്പയുടെ പരമ്പരയും ഉമ്മയുടെ പരമ്പര ഹസനിയാണ്. ജീലാനി തങ്ങൾ ഹസനിയാണ്. കാരണം ഹസനിയായ സന്താനങ്ങളാണ് മഹാനായ ജീലാനി തങ്ങളുടേത്. പിന്നെ ഹുസൈനി റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കൾ ഉണ്ടായിരുന്നു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹുസൈൻ റളിയല്ലാഹുവിന് 2 മക്കളുണ്ട്. ശേഷം ഞാൻ ദീർഘിക്കുന്നില്ല, ചുരുക്കുകയാണ്. ഒന്ന് അലിയുൽ അസ്ഗർ, മറ്റൊന്ന് ഹസൻ ഇബ്നു ഹസൻ എന്ന 2 മക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് സൈനുൽ ആബിദീൻ, അലിയുൽ അസ്ഗർ എന്ന പേര് പറയപ്പെടുന്ന മഹാൻ. ഈ സയ്യിദന്മാരുടെ തറവാടുകൾ, സന്താന പരമ്പരകൾ എത്തിച്ചേരുന്നത് മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ അലിയുൽ അസ്ഗർ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ പരമ്പരയിലേക്കാണ് എത്തിച്ചേരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ആ മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനാണ് അലിയുൽ അസ്ഗർ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. എല്ലാ സയ്യിദന്മാരെ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സയ്യിദന്മാരെ, ഹസനിയും ഉണ്ട്, ഹുസൈനി എന്ന 2 തറവാടുകൾ ഉണ്ട്. പക്ഷേ കൂടുതലായി നമ്മുടെ നാട്ടിലുള്ള സയ്യിദന്മാർ എത്തിച്ചേരുന്നത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആ പരമ്പരയിലേക്കാണ്. പലരും പറഞ്ഞു കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു വധിക്കപ്പെട്ടു, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു വധിക്കപ്പെട്ടു എന്ന്. ആ ചരിത്രമൊന്നും സ്വഹീഹല്ല. കാരണം എന്ത്? ആ കർബല യുദ്ധത്തിന്റെ സമയത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ അലി സൈനുൽ ആബിദീൻ അലിയുൽ അസ്ഗർ റളിയല്ലാഹുവിന് 22 പ്രായമുണ്ടായിരുന്നു. അന്നത്തെ ദിവസം മഹാനായ അലിയുൽ അസ്ഗർ സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന് 4 മക്കളുണ്ടായിരുന്നു. രോഗകാരണത്താൽ കർബലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മഹാനായ ഹസൻ റളിയല്ലാഹുവിനെയും അതേപോലെ ഹസൻ റളിയല്ലാഹുവിന്റെ ഭാര്യയെയും മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിനെയും സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന്റെ കുടുംബത്തെയും അവർ ശത്രുക്കൾ അതിനെ അറസ്റ്റ് ചെയ്തു. അവസാനമായി മഹാനായ ജഅഫർ, മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിളിച്ചു പറഞ്ഞു. അവർ കൂടിയപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മഹാനായ അലിയുൽ അസ്ഗർ സൈനുൽ പോകാൻ സമ്മതിക്കാതായപ്പോൾ അവിടുന്ന് മഹാനവറുകൾ കടക്കാതെ ചെയ്തപ്പോൾ ആ കൊട്ടാരത്തിലേക്ക് പോവാതെ കടക്കാതിരുന്നപ്പോൾ മഹാനായ സെയ്ദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു അലിയുൽ അസ്ഗർ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, കൊലപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് രാജാവ് കൽപ്പന കൊടുത്തു. പക്ഷേ മഹാനായ അലിയുൽ അസ്ഗർ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ശബ്ദിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഈ മക്കൾ, എന്റെ ഭാര്യയും ഈ മക്കളെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹദിയായ സൈനബ ബീബി റളിയല്ലാഹു അൻഹ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മകൾ മഹദിയായ സൈനബ റളിയല്ലാഹു അൻഹ അവിടുന്ന് വന്ന് അലിയുൽ അസ്ഗർ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അനച്ചു വിടുകയും അവിടുന്ന് ശബ്ദിച്ചു, ആദ്യം എന്റെ കൊന്നതിന്റെ ശേഷമേ അലിയുൽ അസ്ഗർ സൈനുൽ ആബിദീനെ നിങ്ങൾ കൊലപ്പെടുത്താൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അക്രമിയായ രാജാവ് അവിടുന്ന് ഒഴിവാക്കി. അതുകൊണ്ട് കർബലയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ മഹാനായ സയ്യിദുന ഹസൻ ഇബ്നു അലി റളിയല്ലാഹുവിന്റെ മകൻ മഹാനായ അലിയുൽ അസ്ഗർ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചുരുക്കുന്നു. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഓതി വെച്ച ഒരു ആയത്ത് മാത്രം ഓതി അർത്ഥവെച്ചതിന് ശേഷം ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ടവരെ, സയ്യിദ് ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അതവുകേടായി എന്ന് ഞാൻ
വിചാരിച്ചുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം നജറാനിൽ നിന്ന് വന്ന ശത്രുക്കൾ നസ്രാനികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എല്ലാ നിലക്കും ശത്രുത അവർ കാണിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് മുബാഹല ചെയ്തു, അവരോട് മുബാഹലം പ്രഖ്യാപിച്ചു. ശാപ പ്രാർത്ഥന നടത്താൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കുൽ നതു അബ്നാഅനാ വഅബ്നാഅകും വനിസാഅനാ വനിസാഅകും വഅൻഫുസനാ വഅൻഫുസകും. ഓ ശത്രുക്കളെ, നിങ്ങൾ വരിക, ഞങ്ങൾ വരുന്നു. നതു അബ്നാഅനാ വഅബ്നാഅകും, ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളുടെ മക്കൾ വരുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുവരിക. അതേപോലെ ഞങ്ങളുടെ നിസാഅന, നമ്മുടെ പെൺമക്കൾ വരുന്നുണ്ട്, അതേപോലെ നിങ്ങൾക്കുള്ള പെൺമക്കളെ നിങ്ങൾ കൊണ്ടുവരിക. അതേപോലെ വഅൻഫുസനാ, ഞാൻ വരുന്നുണ്ട്, വഅൻഫുസകും, നിങ്ങൾ വരിക എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ മുബാഹക്ക് വേണ്ടി വിളിച്ചത് മഹാനായ ഒന്നാമതായിട്ട് മഹാനായ നദുനു അബ്നാഅന എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. പിന്നെ വനിസാന എന്ന് പറയുമ്പോൾ അവിടെ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അതേപോലെ വഅൻഫുസന, പിന്നൊന്ന് ഞാനാണ്. മുത്തുനബി, നമുക്കറിയാം പലരും വാദിക്കുന്നുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്താനങ്ങളില്ല. നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 ആൺമക്കൾ ഉണ്ടായിരുന്നു. ഖാസിം, ഇബ്രാഹിം, അബ്ദുള്ള എന്നുള്ള 3 ആൺമക്കൾ ഉണ്ടായിരുന്നു. അബ്ദുള്ള എന്നുള്ള മകൻ വഫാത്തായ സമയത്തിൽ അവിടുന്ന് ആസിബിൻ വായിൽ എന്ന അയാൾ പറഞ്ഞു, ഓ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ സംസാരിക്കുകയായിരുന്നു. സംസാരത്തിൽ അവർ പറഞ്ഞു, അതായത് അവർ ചോദിച്ചു, നീ എന്താണ് സംസാരിക്കുന്നത്? അയാൾ പറഞ്ഞു, ഞങ്ങൾ ഈ ഭാഗ്യദോഷിയായ, ഈ മക്കളില്ലാത്ത ഈ മുഹമ്മദിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങി, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഓ നബിയെ, തങ്ങളെ ആക്ഷേപിച്ച് അതേ ആസിബിൻ വായിലുണ്ടല്ലോ നബിയെ, അയാളാണ് യഥാർത്ഥത്തിൽ നാശമുള്ളവൻ, അയാളാണ് യഥാർത്ഥത്തിൽ സന്താന ഭാഗ്യദോഷിയായ ആൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങൾ നിലനിൽക്കുന്നത് നമുക്കറിയാം. മഹാനായ മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവിടുത്തെ മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്നാണ് എന്ന് നമുക്ക് ഈ ആയത്തിൽ നമുക്ക് വ്യക്തമായി പറയാം. നതു അബ്നാഅന വഅബ്നാഅകും വനിസാഅന വനിസാഅകും വഅൻഫുസനാ വഅൻഫുസകും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, അതേപോലെ മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ വമിൻ ദുർരിയതിഹി നൂഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്കറിയാം ശത്രുക്കൾ പലരും പറയുന്നുണ്ട് ഉമ്മയുടെ ഭാഗത്തിൽ നിന്ന് സന്താനം നിലനിൽക്കുന്നില്ല എന്നതിന് പണ്ഡിതന്മാർ, ഇമാം റാസി അടക്കമുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. വമിൻ ദുർരിയതിഹി, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാനമായി പറയുന്നു ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്. ഈസാ നബി അലൈഹിസ്സലാമിന് ബാപ്പയില്ലല്ലോ, ഈസാ നബി അലൈഹിസ്സലാമിന് ഉമ്മ മാത്രമാണല്ലോ ബീബി മറിയം റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് അവിടുന്ന് അമ്പിയാക്കൾക്കുള്ള പരമ്പര ഉമ്മയോട് കൂടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ മഹാനായ സയ്യിദുന ഇമാമുന റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിക്കുന്നതായി നമുക്ക് വ്യക്തമായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദന്മാർ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. മാത്രമല്ല അവസാനമായി വരുന്നത് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആണ്. നമുക്കറിയാം, അതായത് ദമസ്കസിലുള്ള ജാമിയത്തുൽ ഉമവിയ്യയിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലായിക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ നിന്ന് പരിശുദ്ധമായ സുബഹി നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ മഹദി ഇമാം റളിയല്ലാഹു അൻഹു ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു ഇമാമത്തിൽ നിൽക്കാൻ വേണ്ടി ആംഗ്യം കാണിക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഞാനല്ല ഇന്നത്തിന്റെ ഇമാം, നിങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം ആ മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇമാമത്ത് നിന്നതിന്റെ ശേഷം ആ നൂറാനത്താകുന്ന ഈ ദീനിന്റെ പ്രകാശം മഹാനായ സയ്യിദുന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതോടുകൂടി അവസാനിക്കുന്നുണ്ടെന്ന് പണ്ഡിതന്മാരൊക്കെ അവർക്കുള്ള കിതാബിൽ രേഖപ്പെടുത്തി കാണാം. ധാരാളം ഞാൻ കൊണ്ടുവന്നിരുന്നു. പക്ഷേ നമുക്കൊന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കണം. മഹാന്മാർ നമുക്കറിയാം, ഇമാം ഷാഫി
റളിയല്ലാഹു അൻഹു തന്റെ ദീവാനുൽ ഷാഫി എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, അതായത് മഹാന്മാരായ അഹ്ലു ബൈത്ത്, മഹാന്മാരായ അഹ്ലു ബൈത്ത് റസൂൽ ലില്ലാഹി ഹുബ്ബുകും ഫർദും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൽ അത് ഖുർആൻ നമുക്ക് ഫർളാക്കിയിരിക്കുന്നു. യഫീകും മിൻ അളീമിൽ ഫഖ്രി അന്നകും മൻ ലം യുസല്ലി അലൈക്കും ലാ സ്വലാത ലഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് പറയാത്തവണ്ട് നിസ്കാരം സ്വഹീഹല്ല എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദീവാനുൽ ഷാഫിയത്ത് എന്ന ഗ്രന്ഥത്തിൽ മഹാനവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയത്, നിസ്കാരത്തിൽ നിർബന്ധമാണ് സ്വലാത്ത് പറയൽ, നിർബന്ധമാണെന്ന അഭിപ്രായം എടുത്താൽ നിസ്കാര ആളിന്റെ മേൽ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം സ്വഹീഹല്ല. അതല്ല സുന്നത്താണെന്ന് അബാദ് സുന്നത്താണെന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ പൂർണ്ണമല്ല. കാരണം ആളിന്റെ മേൽ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം പേര് ഈ മജ്ലിസിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവர்கள் നമ്മോട് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആത്തിന് ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ മഹാനായ സയ്യിദുന താജുൽ ഉലമ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ വന്ന് ഒരുപാട് ദശവർഷങ്ങൾക്ക് ശേഷം മഹാനവർ ഈ നാട് നമ്മുടെ നാടിനെ നാടാക്കിയത് ഇന്ന് ഞങ്ങൾ ഈ വേഷത്തിൽ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം കാരണകർത്തർ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനുഭാവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് ആലിമിനെ എടുത്തു നോക്കിയാലും അവിടത്തുള്ള അവർക്കുള്ള എല്ലാവരുടെയും തലയെത്തുന്നത് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. അല്ലാഹു അവിടുത്തെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടത്തോടുള്ള നമുക്ക് സ്വർഗീയ ഭവനത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂടാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം ജൂൺ 8-ാം തീയതി നമുക്കറിയാം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എപി ഉസ്താദ് കർണാടക രാജ്യത്തിന്റെ കർണാടകയിലെ എല്ലാ സഖാഫികളും ജൂൺ 8-ാം തീയതി ഞങ്ങളൊക്കെ സാഗർ ഓഡിറ്റോറിയത്തിൽ ഓർമ്മിച്ചു കൂടിയ ആ സന്ദർഭം പ്രഭാതത്തിൽ നമുക്കറിയാം നല്ല മഴയായിരുന്നു. പലരും നല്ല ബുദ്ധിയുള്ള ജനങ്ങൾ എഴുതി അവർക്കുള്ള പ്രസംഗം അവർക്കുള്ള എഴുത്തിൽ അവർ എഴുതാൻ തുടങ്ങി. ഇന്നത്തെ ദിവസം ഇതുവരെ മഴ വന്നില്ല. ഇന്നത്തെ ദിവസം സുബഹി മുതൽ നല്ല മഴയായിരുന്നു. നമുക്കറിയാം, ആ എഴുത്തിൽ നമ്മൾ വായിച്ചതാണ്. നമുക്കറിയാം ആ എഴുത്തിൽ വായിച്ചത് ഇന്നത്തെ ദിവസം ആകാശപോലും കറഞ്ഞു പോയി. കാരണം അതിന്റെ ശേഷമുള്ള നമുക്ക് ഏകദേശം 10 മണിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും, ഞാൻ സഖാഫി സംഗമത്തിൽ പോയ സമയത്തിൽ വാഹനത്തിൽ പോകുമ്പോൾ നമുക്ക് വാട്സപ്പ് ഒന്നും നോക്കാൻ സാധിച്ചില്ല. വീട്ടിൽ നിന്ന് എന്റെ ഉമ്മ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ശരിയാണോ കൂടത്തങ്ങൾ വഫാത്തായത്, ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വാട്സപ്പ് നോക്കിയപ്പോൾ സഖാഫി സംഗമത്തിന്റെ ആ ഓഡിറ്റോറിയത്തിലേക്ക് പോകുമ്പോൾ എല്ലാ സഖാഫികളുടെ കണ്ണുകളിൽ വെള്ളം വരുന്നു. ചോദിച്ചു, എന്താണ്, യാഥാർത്ഥ്യമാണോ? ആർക്കും പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. കൂടത്തങ്ങളുടെ വഫാത്ത് അല്ലാഹുവിന്റെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമുക്കറിയാം മഹാനവറുകൾ ഒരുപാട് സ്വാലിഹീങ്ങൾ വഫാത്തിന്റെ മുമ്പ് ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ചരിത്രം ഞങ്ങൾ വായിച്ചവരാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിച്ചവരാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിന്റെ ചരിത്രം വായിച്ചവരാണ്. നമുക്കറിയാം ഇമാം ഖുർതുബി റളിയല്ലാഹുവിന്റെ അത്തദ്കിറ എന്നുള്ള കിതാബ് വായിച്ചാൽ നമുക്ക് മഹാന്മാരുടെ വഫാത്തിനെ കുറിച്ച് ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദിവസം വഫാത്ത് ഞങ്ങൾക്ക് ഉറപ്പിച്ചു. പിന്നെ എല്ലാവരും നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിലായി മഹാനായ കൂറാത്തങ്ങളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഏക തെളിവും മഹാനായ സയ്യിദ് അവറുകളെ ആ വഫാത്തിന്റെ തുടർന്നുണ്ട് ജനങ്ങളുടെ ആ ജനനിപുണമായ ആ സദസ്സുകളാണ്. നമുക്കറിയാം, ഒന്നാമതായി എട്ടിക്കുളത്തും, രണ്ടാമതായി സഅദിയയിലും, മൂന്നാമതായി ഉള്ളാളത്തും, നാലാമതായി കൂറത്തിലും. ഒരു സ്ഥലത്തിലും ഒരാൾക്കും മയ്യത്ത് പരിശുദ്ധമായ ആ ശരീരത്തെ, പുണ്യ ശരീരത്തെ നോക്കാൻ സാധിക്കാത്ത കാരണം എന്ത്? നോക്കുമായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അത് നമുക്ക് നോക്കി തീർക്കാൻ സാധിക്കുമായിരുന്നില്ല. നമുക്കൊക്കെ ആ മഹാന്റെ ദർജ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വഫാത്ത് നമ്മുടെ ഖൽബിൽ വേദന എന്നും മാറിയിട്ടില്ല.
കഴിയില്ല. പലരും ഇന്ന് പറയുന്നുണ്ട്, നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആരുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകേണ്ടത്? നമുക്കൊന്നും ഇതുവരെ നമുക്ക് ഒരാൾ പോലും നമുക്കതിന് കാണിച്ചിട്ടില്ല. കാരണം താജുൽ ഉലമ വഫാത്താകുമ്പോൾ താജുൽ ഉലമ വഫാത്തിന്റെ മുമ്പ് തന്നെ നമ്മോട് പ്രഖ്യാപിച്ചു, എന്റെ ശേഷം ഖാദിയായി ഞാനെന്ന് എന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു എന്റെ മകനായ ഫസൽ കോയമ്മ തങ്ങൾക്ക് വേണ്ടി. മഹാനായ താജുൽ ഉലമ നമുക്ക് ഒരാളെ കാണിച്ചു തന്നു. ഏതുപോലെന്ന് വെച്ചാൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ ഖിലാഫത്തിന്റെ ശേഷം എന്റെ ശേഷം ഇവിടെ ഖലീഫയായി ഇമാമത്ത് നിൽക്കേണ്ടത് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തിന്റെ ശേഷം ആരാണ് ഖലീഫയാകേണ്ടത് എന്ന് സ്വഹാബത്തിന്റെ ഇടയിൽ തർക്കം വന്നു. ആ തർക്കത്തിന്റെ പേരിലാണ് നമുക്കറിയാം മുആവിയ റളിയല്ലാഹു അൻഹു അതേപോലെ അലി റളിയല്ലാഹു അൻഹു രണ്ട് വിഭാഗമായി ഒന്ന് ആദ്യം ഉണ്ടാവാനുള്ള കാരണം അവിടുന്ന് ശത്രുക്കൾ ഏർപ്പെട്ടത് കൊണ്ടാണ്. പലരും ഫിത്നകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ഇടയ്ക്ക് കയറി വന്നതാണ്. പക്ഷേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം പലരും വാദിക്കാൻ തുടങ്ങി. ഖവാരിജിയാക്കളും അതേപോലെ ഷിയാക്കളോട് വാദിക്കാൻ തുടങ്ങി. മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ് മുത്തനബി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിനെക്കാളും മുമ്പ് ഖലീഫയാകേണ്ടത് എന്ന് ഷിയാക്കൾ വാദിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ ഉണ്ടായ പല പ്രശ്നങ്ങളും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇതുപോലെ ഇപ്പോൾ ഞങ്ങൾ ബേജാറിലാണ്. കാരണം ഞങ്ങൾക്ക് ഒരാൾക്ക് ചെറിയൊരു പ്രയാസങ്ങൾ ഉണ്ടായാൽ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്കറിയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തേക്ക് വന്നുകൊണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത രോഗിയായ പലരും വന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറഞ്ഞത് മഴയില്ലാത്തതിന്റെ പേരിലുമെന്ന്. അങ്ങനെ പലതും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് വന്ന് സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ചെറിയൊരു സമാധാനം ഇപ്പോൾ നമുക്ക് ഉള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ മകനായ സയ്യിദ് മസ്ഊദ് തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്ക് ചെറിയൊരു സമാധാനം. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. വഫാത്ത് എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് പൂർത്തീകരണം എന്നുള്ളതാണ്. എന്നതിലേക്ക് ഞാൻ നിങ്ങളോട് ആദ്യം ഓർമ്മപ്പെടുത്തി. മഹാനായ സയ്യിദ് അവറുകളെ അല്ലാഹു നമുക്ക് ചൂണ്ടിക്കാണിച്ച് തന്നു. അല്ലാഹുവേ, ആ തണൽ ദീർഘകാലം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ചെറിയൊരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നമ്മുടെ വേദിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകണേ. നമുക്കറിയാം കൂറാത്തങ്ങളുടെ മഹത്വങ്ങൾ കൂടുതലായി പറത്തി പറയാം. എന്നെക്കാൾ കൂടുതൽ എല്ലാ സാധാരണക്കാർക്ക് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. മദ്രസയിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ കൂറാത്തങ്ങളെ മഹത്വങ്ങൾ പറയുന്നവരുണ്ട്. നമുക്കറിയാം ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു കഅബ ശരീഫിന്റെ സമീപത്തേക്ക് പോയപ്പോൾ അവിടെയുള്ള അക്രമിയായ രാജാവ് പറഞ്ഞു, എനിക്ക് അയാളെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഫറസ്തഖ് എന്ന ആ കവിയോട് പാടുകയാണ്, ഈ കിബറനായ രാജാവിന് ആ ജഅഫർ സ്വാദിഖിനെ അറിയില്ലെങ്കിൽ ആ ജഅഫർ സ്വാദിഖിനെ ഇവിടെയുള്ള ഹില്ലിനറിയാം, ഇവിടെയുള്ള ഹറമിനറിയാം, ഇവിടെയുള്ള ഓരോ മണൽത്തരികൾക്ക് മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹുവിനെ അറിയാമെന്ന് അവിടുന്ന് ഫറസ്തഖ് പാടിയെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ മഹാനായ കൂറാത്തങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുവിന്റെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഏറ്റിത്തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. നമ്മുടെ ഈ പരിപാടി ഇന്ന് രാവിലെ 7 മണിക്ക് ഇന്നത്തെ നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 78ാമത്തെ ആഘോഷത്തിലാണ് ഞങ്ങളൊക്കെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാ സ്ത്രീകളും നല്ല നിലക്ക് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആഇന് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ സാർ ഉപദേശം നമുക്ക് കേൾക്കാനുണ്ട്. ദുആ ഉണ്ട്. നമുക്കറിയാം, ഞങ്ങൾ